ഹയർ സ്ലോ ഫയർ ഫാസ്റ്റ്. ഇത് നേരെ തിരിച്ച പല സംരംഭകരും ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് എൻഷുർ ദാറ്റ് ഹീസ് എ ഹാപ്പി പേഴ്സൺ. ഹാപ്പി അല്ലാത്ത ഒരാൾ നമ്മളുടെ ഓഫീസിൽ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻറ്റയർ ഓർഗനൈസേഷനെ ഇവർ ഡൗൺ ആക്കും. പൈസ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. പണം മാത്രം ലക്ഷ്യം വെച്ചാണ് വരുന്നതെങ്കിൽ അപ്പുറത്ത് 1000 രൂപ കൂടുതൽ കിട്ടിയാൽ ഇവരിവിടെ ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനെറ്റും നമ്മുടെ ലാപ്ടോപ്പും ഉപയോഗിച്ച് അപ്പുറത്തെ കമ്പനി നമ്മുടെ കോമ്പറ്റീറ്റർ അടുത്തേക്ക് റെസ്യൂം അയക്കുന്നതായിരിക്കും. നമ്മളെ ഒരു ബാധ്യതയായി അവർ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവുകേടും നമ്മളെ കൂടിയേ തീരുമെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്കുവാണ്. ബിസിനസ്സുകാരോട് ഒന്നേ പറയാനുള്ളൂ, കൃത്യസമയത്ത് ശമ്പളം കൊടുക്കണം. സർക്കാർ തലങ്ങളിൽ വരെ ചർച്ച ചെയ്യാവുന്ന വലിയ വിഷയമാണ് ബന്ധു നിയമനം. നമ്മുടെ ബിസിനസ്സിലൊക്കെ നമ്മൾ ചെയ്തു പോരുന്ന ഒരു കാര്യമാണത്. കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി തർക്ക വിഷയം കൂടെയാണ്. യാതൊരു കാരണവശാലും നമ്മളുടെ സുഹൃത്തുക്കളെയോ ഫാമിലി മെമ്പേഴ്സിനെയോ ഹയർ ചെയ്യാൻ പാടില്ല. നമസ്കാരം. റൂത്ത്ലെസ്സിന്റെ 5ാമത്തെ എപ്പിസോഡിൽ മറ്റു ചില ചോദ്യങ്ങൾ, പ്രേക്ഷകർ അയച്ച ചോദ്യങ്ങൾക്ക് മറുപടികളുമായി ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ചേരുന്നു. പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആരെ കൂടെ കൂട്ടണം, നമ്മളുടെ ഉദ്യോഗാർത്ഥികൾ എങ്ങനെയായിരിക്കണം, അവരുടെ സ്വഭാവം, അവരുടെ പെർഫോമൻസ്. ഇപ്പം ഇൻ്റർവ്യൂകളൊക്കെ നടക്കുമ്പോൾ അതിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ആള് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അത്ര അടിപൊളിയായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ആളുടെ പെർഫോമൻസ് ഇൻ്റർവ്യൂവിൽ കാട്ടിയ പ്രകടനം പിന്നീട് കാണുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? കാരണം അത് പാളിപ്പോയി കഴിഞ്ഞാൽ എനർജി, പണം, പല അന്തരീക്ഷം, ജോലിയുടെ അന്തരീക്ഷം തന്നെ മോശമാവും അല്ലേ? തീർച്ചയായും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹയർ സ്ലോ ഫയർ ഫാസ്റ്റ്. നമ്മളൊരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് ആലോചിച്ച് പല റൗണ്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ അവരെ നമ്മൾ ഹയർ ചെയ്യാൻ പാടുള്ളൂ. അതേസമയം ഒരാളെ ഫയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ സ്ഥാപനത്തിന് ദോഷം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കരുത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫയർ ചെയ്തേക്കുക. ഇത് നേരെ തിരിച്ച പല സംരംഭകരും ചെയ്യുന്നത്. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് ഒരാളിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടിയാൽ മതി, അപ്പം തന്നെ അവർ ഹയർ ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ നമുക്ക് ദോഷം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാലും ഇവരവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടി കാണിക്കും, താമസം എടുത്തുകൊണ്ടേയിരിക്കും. ഇത് നേരെ തിരിച്ചാവേണ്ടത്. സോ ഹയർ സ്ലോ ഫയർ ഫാസ്റ്റ്. ഇനി നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നോക്കേണ്ടത്, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോർ വാല്യൂസ്. കോർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കൾച്ചർ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൾച്ചർ എന്താണ്, അതിന് ചേരുന്ന ആളാണോ. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ച് അവർ കോച്ചബിൾ ആയിരിക്കണം. അവർ കോച്ചബിൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല. അതുകൊണ്ട് അവരുടെ രീതികൾ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ കോച്ചബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റൂ. 2, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം. അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടപ്പാക്കുന്നവരായിരിക്കണം. ലൈക്കബിൾ ആയിരിക്കണം, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, സിൻസിയർ ആയിരിക്കണം, എമ്പതറ്റിക് ആയിരിക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എൻ്റെ കോർ വാല്യൂസിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പം റോഷ്നി എൻ്റെ അടുത്ത് ഈ ഒരു ഇൻ്റർവ്യൂവിന് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കില്ല് ഞാൻ നോക്കും. സ്കില്ലിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കുന്നത് റോഷ്നിയുടെ ഈ കോർ വാല്യൂസുമായിട്ടുള്ള മാച്ചിങ് ആണ് നോക്കുന്നത്. കാരണം സ്കില്ല് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവരെ ട്രെയിൻ ചെയ്യാം. പക്ഷേ കോർ വാല്യൂസ് മാച്ച് ആകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, അത്ര ഈസി അല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഈസ് കോർ വാല്യൂ. സോ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ മാച്ചിങ് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വിവാഹം കഴിക്കുന്ന പോലെ തന്നെ ആ പൊരുത്തം നോക്കി നമ്മുടെ ഈ കൾച്ചറിൽ, നമ്മുടെ ഈ വീട്ടിൽ താമസിക്കുമോ, താമസിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുമോ അതോ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുമോ എന്നുള്ളത് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളൊരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് എൻഷുർ ദാറ്റ് ഹീസ് എ ഹാപ്പി പേഴ്സൺ. ഹാപ്പി ആയിട്ടുള്ളവരെ മാത്രമേ നമ്മൾ ഹയർ ചെയ്യാൻ പാടുള്ളൂ. ഈ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ദുരിതങ്ങളൊക്കെ പറയുന്ന, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന, കുറച്ച് ഇമോഷണലി ഒക്കെ കാര്യങ്ങളെ കാണുന്ന ആളുകളുണ്ടാവും. ചിലർ ഡിവോഴ്സായ കഥകൾ പറയും, ചിലർ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പറയും. ഇത് നമ്മൾ ഇൻ്റർവ്യൂ സമയത്ത് നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ഹാപ്പി അല്ലാത്ത ഒരാൾ നമ്മളുടെ ഓഫീസിൽ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻറ്റയർ ഓർഗനൈസേഷനെ ഇവർ ഡൗൺ ആക്കും.
അവരുടെ ഇല്ലായ്മകൾ, അവരുടെ പ്രശ്നങ്ങൾ, ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങോട്ട് വരുന്നവരുടെ അടുത്തായിരിക്കും ചെന്നിരുന്ന് ഈ കഥ പറയുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ മൈൻഡ് സെറ്റും ഡൗൺ ആവും. സോ ഹയർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹയർ ഒൺലി ഹാപ്പി പീപ്പിൾ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഘട്ടത്തിലായിരിക്കും പലരും പലരുടെ ജീവിത കഥകളും തുറന്ന് പറയുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചെറിയ ശമ്പളം. അപ്പോൾ ആ ശമ്പളത്തെക്കുറിച്ച് പരാതി പറയുന്നുണ്ടാവും. എനിക്ക് ഇത്രയും പ്രാരാബ്ദങ്ങളുണ്ട്, ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്, പക്ഷേ ഈ ശമ്പളം തികയുന്നില്ല. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി ചിലപ്പോൾ വർക്കിലും വന്നേക്കാം. കാരണം പൈസ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. അപ്പൊ അത്തരം പരാതികളെ നമ്മൾ എങ്ങനെയാ ഒരു കമ്പനി കൈകാര്യം ചെയ്യുക? നമ്മൾ ഈ ശമ്പളം മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു ജോലിക്കാരനെ നമ്മൾ എടുക്കാൻ പാടില്ല. അതായത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ അവർക്ക് ഓക്കെ ആയി, അല്ലെങ്കിൽ അവർ ചോദിച്ചത് നമ്മൾ കൊടുക്കുന്നു, അതുകൊണ്ട് മാത്രം നമ്മളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതല്ല. നമ്മൾ നോക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വാല്യൂ ഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കോർ വാല്യൂസുമായിട്ട് അവർ മാച്ച് ആകുന്നുണ്ടോ, അതാണ് ഒന്നാമത്തെ ഫിറ്റ്. രണ്ടാമത്തത് ഗ്രോത്ത് ഫിറ്റ്. ഗ്രോത്ത് ഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരാൻ പൊട്ടൻഷ്യലുള്ള, വളരാൻ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ആളാണോ ഈ എംപ്ലോയി, ഈ കാൻഡിഡേറ്റ് എന്നുള്ളത് നമ്മൾ നോക്കണം. മൂന്നാമത്തതാണ് റോൾ ഫിറ്റ്. ഇവിടെ അദ്ദേഹം ചെയ്യാൻ പോകുന്ന റോൾ ഇദ്ദേഹത്തിന് ഫിറ്റാണോ, അതിന് ഇഷ്ടത്തോടു കൂടിയാണോ അത് ചെയ്യുന്നത്. ഈ 3 കാര്യം നോക്കണം: വാല്യൂ ഫിറ്റ്, റോൾ ഫിറ്റ് ആൻഡ് ഗ്രോത്ത് ഫിറ്റ്. ഇത് 3ഉം സെറ്റല്ല എങ്കിൽ, ശമ്പളം മാത്രം, ആ കൊടുക്കുന്ന പണം മാത്രം ലക്ഷ്യം വെച്ചാണ് വരുന്നതെങ്കിൽ, അപ്പുറത്ത് 1000 രൂപ കൂടുതൽ കിട്ടിയാൽ ഇവരിവിടെ ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനെറ്റും നമ്മുടെ ലാപ്ടോപ്പും ഉപയോഗിച്ച് അപ്പുറത്തെ കമ്പനി നമ്മുടെ കോമ്പറ്റീറ്റർ അടുത്തേക്ക് റെസ്യൂം അയക്കുന്നതായിരിക്കും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗതികേട്. നമ്മുടെ എംപ്ലോയി നമ്മുടെ ഓഫീസിൽ നമ്മുടെ ലാപ്ടോപ്പും നമ്മുടെ ഇൻ്റർനെറ്റും ഉപയോഗിച്ച് നമ്മുടെ കോമ്പറ്റീറ്റർ അടുത്തേക്ക് അവരുടെ റെസ്യൂം അയച്ചു കൊടുക്കുന്നു. അതിനേക്കാൾ വലിയ ഗതികേട് വേറെയില്ല. അപ്പം ശമ്പളം മാത്രം എന്നുള്ളത് വെച്ചിട്ടല്ല നമ്മൾ നോക്കണം. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവൻ എപ്പോഴും നോക്കുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടണം എന്നാണ്. പ്രോഫിറ്റബിൾ. ഞാൻ റോഷ്നിക്ക് 1 ലക്ഷം രൂപ തരുന്നു, റോഷ്നി എനിക്ക് അതിനേക്കാൾ കൂടുതൽ വാല്യൂ തിരിച്ചു തരണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ റോഷ്നി എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ റോഷ്നി ഈസ് കൺസിഡേർഡ് ആസ് എ പ്രോഫിറ്റബിൾ എംപ്ലോയി, റൈറ്റ്? അവിടെ നമ്മളുടെ ഈ സ്റ്റാഫിനെ, എംപ്ലോയീസിനെ നമുക്കൊരു 6 ടൈപ്പ് എംപ്ലോയീസ് ഉണ്ട്. 6 ടൈപ്പ് എംപ്ലോയീസ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസേഴ്സ്. ലൂസേഴ്സിൻ്റെ പ്രത്യേകത പറയുന്ന പണി പോലും ചെയ്യത്തില്ല. ഇവരെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു, അതവർ ചെയ്യത്തില്ല. ഇതാണ് ലൂസർ. രണ്ടാമത്തതാണ് ഡൂവർ. ഡൂവറിൻ്റെ പ്രത്യേകത പറയുന്നത് അവർ ചെയ്യും, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല, പറയുന്നത് അവർ ചെയ്യും. മൂന്നാമത്തതാണ് പ്ലെയർ. പറയുന്നത് മാത്രമല്ല, അവരത് അവരുടേതായ രീതിയിൽ അവരുടെ സ്കില്ലൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ മികച്ച രീതിയിൽ അത് ചെയ്യും. അപ്പോൾ ലൂസർ പറയുന്നത് ചെയ്യത്തില്ല, ഡൂവർ പറയുന്നതേ ചെയ്യൂ, പ്ലെയർ പറയുന്നത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവരുടെ സ്കില്ലും കൂടെ യൂസ് ചെയ്തിട്ട് ചെയ്യും. അതിനു മുകളിൽ 4ാമത്തെ കാറ്റഗറിയാണ് ലീഡർ. ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുകയും ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. പ്ലെയർ ചെയ്യത്തതേ ഉള്ളൂ, പക്ഷേ ലീഡർ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്യും. അതിന് മുകളിലുള്ള ആളിൻ്റെ പേര് ഓപ്പറേറ്റർ. 5ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആൾ ഓപ്പറേറ്റർ. ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, വിത്തിൻ എ പ്രോസസ്. അവരതിനോടൊപ്പം ഒരു സിസ്റ്റം കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അതായത് നാളെ അവരില്ലെങ്കിലും ആരില്ലെങ്കിലും ഇത് ബിസിനസ്സിൻ്റെ ഒരു അസറ്റാക്കി ആ സിസ്റ്റത്തെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട്. 6ാമത്തത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുടെ പേര് ഇൻ്റഗ്രേറ്റർ. ഇവർ ചെയ്യും, ചെയ്യിപ്പിക്കും, സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യിപ്പിക്കും, ഫ്യൂച്ചറൂടെ കണ്ടുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്ത മാസം എന്ത്, അതിൻ്റെ അടുത്ത മാസം എന്ത്, എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ 6 ലെവലിലുള്ള എംപ്ലോയീസ് ഉണ്ട്. ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റർ, ഓപ്പറേറ്റർ, പ്ലെയർ, ലീഡർ, ഈ 4 കൂട്ടരെ ബിസിനസ്സുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഈ 4 കൂട്ടർക്ക് എവിടെ ചെന്നാലും ജോലി കിട്ടും. അവിടെ ഇവരെ അല്ല കമ്പനി ഹയർ ചെയ്യുന്നത്, ഇവരാണ് കമ്പനി ചൂസ് ചെയ്യുന്നത്. സോ ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ ബാക്കി ഈ എംപ്ലോയീസ് ചെയ്യേണ്ടത് എന്താണ്? എങ്ങനെ എനിക്ക് നല്ലൊരു ലീഡറാകാം, എങ്ങനെ നല്ലൊരു ഓപ്പറേറ്റർ ആകാം, എങ്ങനെ നല്ലൊരു ഇൻ്റഗ്രേറ്റർ ആകാം. ഈ ലൂസേഴ്സ് ആൻഡ് ഡൂവേഴ്സ് ഇവരാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവർക്കാണ് ഓപ്ഷൻസ് ഇല്ലാത്തത്. ഇവരാണ് ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥാപനത്തിനും തലവേദനയാണ്, അവർക്കും ഗ്രോത്ത് ഉണ്ടാവില്ല. സോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാനും ഈ പറയുന്ന ബിസിനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഒരുപാട് സ്ഥാപനങ്ങളിൽ എംപ്ലോയി ആയിട്ട് നിന്നിട്ടുള്ള, സ്റ്റാഫായിട്ട് നിന്നിട്ടുള്ള, അവിടെ ഞാൻ ഉറപ്പ് വരുത്തിയിരുന്നു, എൻ്റെ ഗ്രോത്ത് ഞാൻ ഉറപ്പ് വരുത്തിയിരുന്നു. ഞാൻ ഗ്രോ ചെയ്യും തോറും ആ കമ്പനിക്ക് എന്താണ് വളരെ സന്തോഷമാണ് എന്നെ അതിൻ്റെ അകത്ത് നിർത്താൻ. ഞാൻ എന്ന് എൻ്റെ വളർച്ച നിൽക്കുന്നോ അന്ന് കമ്പനിക്ക് ഞാൻ കരടായി മാറും.
സോ ഒരാളോടും ഒരു ബിസിനസ്സുകാരനും ഒരു ദേഷ്യവും ഇല്ല ആസ് ലോങ് ആസ് യു ആർ പ്രോഫിറ്റബിൾ ഫോർ ദാറ്റ് കമ്പനി. എന്ന് നമ്മളൊരു ബാധ്യതയാകുന്നോ അന്ന് എങ്ങനെ ഇതിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്നായിരിക്കും ആ ബിസിനസ്സുകാരൻ ചെയ്യുന്നത്. സോ നമ്മളെ ഒരു ബാധ്യതയായി അവർ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവുകേടും, നമ്മളെ കൂടിയേ തീരൂ എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്കുമാണ്. സോ എങ്ങനെ ഈ പറഞ്ഞ ആ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് എംപ്ലോയീസിലേക്ക് എത്താം, ഒരു ഇൻ്റഗ്രേറ്റർ ആകാം, ഒരു ഓപ്പറേറ്റർ ആകാം, ഒരു ലീഡറായി മാറാം എന്നുള്ളത് ഓരോ എംപ്ലോയി ഏത് പൊസിഷനിലിരിക്കുന്നവർക്കും ഈ പറഞ്ഞ ലെവലിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് സത്യം. അതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല അവിടെ ആവശ്യം. അവിടെ നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ആ കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കുന്ന ഏത് എംപ്ലോയിയെയും ഏത് ബിസിനസ്സുകാരനും ഭയങ്കര ഇഷ്ടമായിരിക്കും, ചേർത്ത് നിർത്തും, അവർ വിട്ടുപോകാൻ സമ്മതിക്കില്ല. അതിൽ എങ്ങനെ നമുക്ക് വരാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മളിപ്പോൾ സർക്കാർ തലങ്ങളിൽ വരെ ചർച്ച ചെയ്യാവുന്ന വലിയ വിഷയമാണ് ബന്ധു നിയമനം. അത് സർക്കാരിന് മാത്രമല്ല, മറ്റുള്ള നമ്മുടെ ബിസിനസ്സിലൊക്കെ നമ്മൾ ചെയ്തു പോരുന്ന ഒരു കാര്യമാണത്. ഒരു ബിസിനസ് അങ്ങ് തുടങ്ങുമ്പോൾ അതിന് എൻ്റെ അച്ഛൻ പോരട്ടെ, അമ്മ പോരട്ടെ, അനിയത്തി പോരട്ടെ, ഭാര്യ പോരട്ടെ, എളുപ്പമാണല്ലോ, കുറച്ച് ശമ്പളം കൊടുത്താൽ മതിയല്ലോ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ എല്ലാ ദിവസവും സമയം ചെലവഴിക്കുന്ന വ്യക്തികളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അത് എത്രത്തോളം വിജയകരമായിരിക്കും, ഗുണമായിരിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി തർക്ക വിഷയം കൂടെയാണ്. യാതൊരു കാരണവശാലും നമ്മളുടെ സുഹൃത്തുക്കളെയോ ഫാമിലി മെമ്പേഴ്സിനെയോ ഹയർ ചെയ്യാൻ പാടില്ല. തീർച്ചയായും ഒരു ബിസിനസ്സുകാരൻ തൻ്റെ റിലേറ്റീവ്സിനെയോ തൻ്റെ സുഹൃത്തുക്കളെയോ തൻ്റെ സ്ഥാപനത്തിലേക്ക് ഹയർ ചെയ്യാൻ പാടില്ല. റോഷനി ഇപ്പോൾ എൻ്റെ റിലേറ്റീവ് ആണെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ എടുക്കില്ല, എൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനത്തിലേക്ക് ഞാൻ റോഷനിയെ റെഫർ ചെയ്യും. കാരണം എടുക്കാൻ എളുപ്പമാണ്. കാരണം എനിക്ക് റോഷനെ അറിയാം, എനിക്ക് പെട്ടെന്ന് എൻ്റെ സുഹൃത്താണ് അല്ലെ റിലേറ്റീവാണ്, പെട്ടെന്ന് എടുക്കാം. നമ്മുടെ സ്ഥാപനം വളരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ പിരിയേണ്ടി വരും, ഒരു ദിവസം ഈ എംപ്ലോയി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അതൊരു നമുക്ക് പരിചയമില്ലാത്ത നമ്മുടെ ഒരു സ്റ്റാഫ് റിലേഷൻ മാത്രമുള്ള ഒരാളാണെങ്കിൽ അവർ കൂളായിട്ട് അങ്ങ് പോകും. അത് ഒരു റിലേറ്റീവ് ആണെങ്കിലോ കുടുംബത്തെ ഏറ്റവും മോശക്കാരനായി മാറും നമ്മൾ, കൂട്ടുകാരുടെ ഇടയിലെ ഏറ്റവും വലിയ ദ്രോഹിയായി മാറും നമ്മൾ. അതുകൊണ്ട് ഫ്യൂച്ചറിൽ പിന്നീട് ആരോപണങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതൊക്കെ ഉൾക്കൊള്ളാനും ഇതൊക്കെ കുഴപ്പമില്ല അവരെന്തെങ്കിലും പറഞ്ഞു എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒക്കെ ഹയർ ചെയ്തോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഹയർ ചെയ്യാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ പലരും നേരിടുന്നൊരു കാര്യമായിരിക്കും ഈ കാലത്തും, അത് കാലവ്യത്യാസമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഒരു കമ്പനി ഒരാളെ തിരഞ്ഞെടുക്കുന്നു എംപ്ലോയിയായി, അദ്ദേഹം നല്ല കഴിവുള്ള ആളാണ്, പക്ഷേ ആ കഴിവ് മുഴുവൻ ആ കമ്പനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല, മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. ചില ആളുകളുടെ ഇടപെടലുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലരുടെ എന്തെങ്കിലും, നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ കുശുമ്പും കുന്നായ്മയും ഒക്കെ പ്രകടിപ്പിക്കുന്നു ഈ ബിസിനസ്സിലൊക്കെ വളരെ സ്വാഭാവികമാണല്ലോ. ഇതൊക്കെ ഈ എംപ്ലോയിയെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിക്ക് കൂടി നഷ്ടമാണ്. അത്തരം ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ എംപ്ലോയീസിൻ്റെ കാറ്റഗറി നോക്കിക്കഴിയുമ്പോൾ എല്ലാ സ്ഥാപനത്തിലും ഒരു 4 കാറ്റഗറി ഓഫ് എംപ്ലോയീസ് ഉണ്ട്. ഒന്നാമതാണ് എ ടൈപ്പ് എംപ്ലോയീസ്. എ ടൈപ്പിൻ്റെ പ്രത്യേകത ഇവർ ഹൈലി ടാലൻറ്റഡ് ആയിരിക്കും, ഭയങ്കര സ്കില്ലുള്ളവരായിരിക്കും, അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, അതോടൊപ്പം തന്നെ കമ്മിറ്റ്മെൻറ്റും ഉണ്ട്, സ്കില്ലും ഉണ്ട്. ഇതാണ് എ ടൈപ്പ്. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, ഇതാണ് ബി ടൈപ്പ് എംപ്ലോയീസ്. ബി ടൈപ്പിൻ്റെ പ്രത്യേകത ഇവർക്ക് സ്കില്ല് കുറവായിരിക്കും, പക്ഷെ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. എൻ്റെ കമ്പനി, എൻ്റെ സാറ്, എൻ്റെ പ്രൊഡക്റ്റ്, അവർക്ക് കമ്പനിയോട് ഭയങ്കര കൂറായിരിക്കും, പക്ഷേ കഴിവ് കുറവായിരിക്കും. ഇവരെ നമുക്ക് പതുക്കെ ഗ്രാജുവലി സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ആക്കി പിന്നീട് മാറ്റാൻ പറ്റും. നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അതാണ് ഡി കാറ്റഗറി. ഡി എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സാണ്. ഇവർ എയും അല്ല ബിയും അല്ല, ഇവരിങ്ങനെ വന്ന് നിൽക്കുകയാണ്, എങ്ങോട്ട് വേണമെങ്കിലും പോവാം, എന്താണ് എന്ന് അറിയില്ല, അവർ വന്നിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. ഇതിൽ പറയാതെ പോയൊരു കാറ്റഗറിയാണ് സി, മൂന്നാമത്തെ ടൈപ്പ്. സി എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ പ്രത്യേകത ഇവർക്ക് സ്കില്ലുണ്ട്, പക്ഷേ കൂറില്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ല. എവിടെ അവസരം കിട്ടിയാലും എപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാലും ഒന്നെങ്കിൽ ഇവർ കമ്പനിയെ കുറ്റപ്പെടുത്തും, ഇല്ല മാനേജ്മെൻറ്റിൻ്റെ കുറ്റം പറയും, ഇല്ല പ്രൊഡക്റ്റിൻ്റെ കുറ്റം പറയും, ഇല്ല കോമ്പറ്റീറ്ററുടെ മേന്മ പറയും, നമ്മുടെ പ്രൈസ് കൂടുതലാണെന്ന് പറയും. എപ്പോൾ അവസരം കിട്ടിയാലും ഈ കമ്പനിക്കകത്ത് ഇങ്ങനെ ക്യാൻസർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നെഗറ്റീവുകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പോരായ്മകൾ പറഞ്ഞ് പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എംപ്ലോയീസ് ഉണ്ട്, ക്യാൻസറസ് എംപ്ലോയീസ്. ഇവരെ കണ്ടെത്തേണ്ടത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്
ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മുടെ ഈ കൂണില്ലേ, കൂണിൻ്റെ പ്രത്യേകത ഇത് ഇരുട്ടത്താണ് ഇത് വളരുന്നത്. ഇരുട്ട് സ്ഥലങ്ങളിലാണ് ഇത് വളരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ല ശക്തിയേറിയ ടോർച്ചിൻ്റെ വെട്ടം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് വളരില്ല, ഇത് നശിച്ചു പോകും. എന്ന് പറയുന്ന പോലെ ഈ ഓർഗനൈസേഷൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഒരു ടോർച്ച് അടിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഒരു കൂണും ഇവിടെ വളരാൻ പാടില്ല. നമ്മുടെ കണ്ണു വെട്ടിച്ച് നമ്മളുടെ റഡാറിന് താഴെ ഇവരിങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവും. കണ്ണടയ്ക്കാൻ പാടില്ല. ഈ ക്യാൻസർ, നമുക്കിപ്പം ക്യാൻസർ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, മുറിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ. അതിനി ആരാണെങ്കിലും, അതെൻ്റെ റിലേറ്റീവ് ആണെങ്കിലും, എൻ്റെ ചേട്ടനായാലും, എൻ്റെ കൂട്ടുകാരനായാലും, ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിൽ പോലും ക്യാൻസറസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുറിച്ച് കളയണം. ഇല്ലെങ്കിൽ ഇവർ പതുക്കെ സ്പ്രെഡാവും. എവിടേക്കാണ് സ്പ്രെഡാകുന്നത്? പുതിയ ആളുകളിലേക്ക്, ഇപ്പോൾ വന്ന ഫ്രഷേഴ്സിലേക്ക് കയറും. ഇപ്പം എന്തായി? രണ്ട് സൈഡ് തളർന്നു. കാരണം സിയും ഡിയും കൂടെ ഒന്നിച്ചു. ഇവിടെ ആകെ ഇപ്പം എയും ബിയും മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യുന്നത്. പതുക്കെ ഇത് സ്പ്രെഡ് ചെയ്ത് എയിലേക്കും ബിയിലേക്കും കാലക്രമേണ എത്തും. കംപ്ലീറ്റ് ഓർഗനൈസേഷനിൽ ഈ ക്യാൻസർ പടരുന്ന ഒരു സിറ്റുവേഷൻ എത്തും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ മീറ്റിങ്ങിലിരിക്കുമ്പോഴും ഓരോ സംഭാഷണത്തിൻ്റെ ഇടയ്ക്കും നമ്മുടെ എംപ്ലോയീസിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ, ക്യാൻസറസ് ആയിട്ടുള്ളവർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ യഥാർത്ഥ ടാലൻറ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത് പലപ്പോഴും ഈ ക്യാൻസറസ് ആയിട്ടുള്ള ആളുകൾ അവരെ ചവിട്ടി വെക്കുന്നത് കൊണ്ടായിരിക്കും. അവരുടെ മുകളിൽ നിന്നിട്ട് അഭിനയിക്കാൻ ഇവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. അപ്പം നമ്മൾ ഈ സുഖപ്പീരിൻ്റെ അകത്ത് ഒരു ബിസിനസ്സുകാരൻ പോയി വീഴാതിരിക്കുക. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണം ആരാണ് ടാലൻറ്റഡ് ആയിട്ടുള്ളത്, ആരാണ് കമ്പനിക്ക് വേണ്ടത്, ആരെയൊക്കെയാണ് കൂടെ നിർത്തേണ്ടത്, ആരെ വളർത്തിക്കൊണ്ടുവരണം. സോ രണ്ട് ചാർട്ട് നമുക്കുണ്ടാവണം. ഒന്ന് ഓർഗനൈസേഷൻ ചാർട്ട്, ഇതിൻ്റെ അകത്ത് നമ്മളുടെ CEO, നമ്മളുടെ നോർമൽ ഒരു മറ്റൊന്നാണ് അക്കൗണ്ടബിലിറ്റി ചാർട്ട്. അക്കൗണ്ടബിലിറ്റി ചാർട്ട് എന്ന് പറഞ്ഞാൽ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എത്രത്തോളം അവർ ചെയ്യുന്നുണ്ട്, അതും കൂടാതെ അവർ കമ്പനിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അവർ ഏതൊക്കെ കോർ വാല്യൂസ് അവർ കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവരെ ഹയർ ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും റിവാർഡ് ചെയ്യുന്നതും റെക്കഗ്നൈസ് ചെയ്യുന്നതും എല്ലാം കോർ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് എങ്കിൽ ഓക്കെ, കോർ വാല്യൂ 5 ഇന്നാൾ പാലിച്ചു, അതുകൊണ്ട് അയാൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ട്. കോർ വാല്യൂ 3 ഇന്നാൾ ലംഘിച്ചു, അതുകൊണ്ട് അവന് പണിഷ്മെൻ്റ് ഉണ്ട്. ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. എന്ത് ചെയ്താൽ ഇവിടെ റിവാർഡ് കിട്ടും, എന്ത് ചെയ്താൽ ഇവിടെ പണിഷ്മെൻറ്റ് കിട്ടും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ചെയ്യേണ്ടത് മാത്രമേ അവർ ചെയ്യൂ. അത് കൃത്യമായി ചെയ്യുന്നവരെ നമുക്ക് കൃത്യമായി നോട്ട് ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് കൃത്യമായി കൂടെ നിർത്തി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ബിസിനസ്സുകാരോട് ഒന്നേ പറയാനുള്ളൂ, കൃത്യസമയത്ത് ശമ്പളം കൊടുക്കണം. നമ്മളെപ്പോലെ തന്നെ അവർക്കും ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സുകളുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ജോലിക്ക്, ബാങ്ക് ജോലിക്കൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ ഈ ഇടിച്ചു കയറുന്നത്? ഇത്രയും പേര് അപ്ലൈ ചെയ്യുന്നു, ഇത്രയും പേര് അതിന് വേണ്ടിയിട്ട് ഓടി നടക്കും. എന്തുകൊണ്ടാണ്? കൃത്യ ഡേറ്റിൽ ശമ്പളം കിട്ടും. ഒരു എംപ്ലോയിയുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് സർട്ടനിറ്റിയാണ്, ഉറപ്പ്. ആ ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പം ഞാനൊരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ റിപ്പോർട്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ കുടുംബം, അതായത് എൻ്റെ ഭാര്യയാണ് ചിട്ടിക്കാരോടും പാലുകാരോടും പത്രക്കാരോടും ട്യൂഷൻ്റെ അടുത്തും സ്കൂളിലുമൊക്കെ അവളാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ചേട്ടൻ്റെ ശമ്പളം കിട്ടുമ്പോൾ തരാം എന്ന്. ആ ശമ്പളം കറക്റ്റ് ഡേറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൾക്കത് ധൈര്യത്തെ കമ്മിറ്റ് ചെയ്യാം. എന്നെങ്കിലുമാണ് എനിക്ക് ശമ്പളം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള പ്രശ്നം മാത്രമല്ല, അവിടെ നിന്നുള്ള പ്രഷറും കൂടെ എനിക്ക് വരും. അവൾ പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റിപ്പോയി, അവൾ പറഞ്ഞ ഡേറ്റിൽ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവിടുന്നും കൂടെ പ്രഷർ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇട്ടിട്ടു. അപ്പം നല്ല എംപ്ലോയീസ് നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓൺ ടൈം സാലറി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക, പാലിക്കാൻ പറ്റുന്നത് മാത്രം അവരോട് കമ്മിറ്റ് ചെയ്യുക. ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്നോളൂ, അവർ എങ്ങും പോയില്ല. നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ അവർക്കും ഒരു കുടുംബമുണ്ട്, അവർക്കും ഒരു ഫ്യൂച്ചറുണ്ട്, അവർക്കും ഒരു വിഷനുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കൂടെ നിന്നോളൂ അവർ. നമ്മളൊരു എംപ്ലോയിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേരാണ് നൈസ് അനാലിസിസ്. നൈസ്, NICE. നൈസ് എന്ന് പറഞ്ഞാൽ നീഡ്. ഇപ്പം റോഷ്നിക്ക് ചില നീഡുണ്ട്, ചില ആവശ്യങ്ങളുണ്ട്. അതെന്ത് എന്ന് ഒരു എംപ്ലോയർ എന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞിരിക്കണം. അടുത്തതാണ്
ഇൻട്രസ്റ്റ്. റോഷിനിക്ക് ചില ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പം സാറ്റർഡേ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോകണം, അല്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിന് പോകണം, അല്ലെങ്കിൽ എനിക്ക് വൈകിട്ട് 6 മണിക്ക് ഓഫീസിൽ നിന്ന് പോകണം, എനിക്ക് രാവിലെ ഇത്തിരി ലേറ്റായിട്ടേ വരത്തുള്ളൂ. അതാണ് ഇൻട്രസ്റ്റ്. അപ്പം നീഡുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. റോഷിനിക്ക് ചില കൺസേൺസ് ഉണ്ടായിരിക്കും, അതാണ് സി, കൺസേൺസ്. അതുപോലെ തന്നെ ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ചില പ്രതീക്ഷകൾ. സോ നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ ആൻഡ് എക്സ്പെക്റ്റേഷൻ, ഇത് 4ഉം ഒരു എംപ്ലോയിക്കുണ്ട്. ഒരു എംപ്ലോയിയുടെ ഈ 4 ആവശ്യങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരുടെ നീഡ് എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, കൺസേൺ എന്താണ്, എക്സ്പെക്റ്റേഷൻ, ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവരെ കൃത്യമായിട്ട് നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് പറ്റും. ഇത് 4ഉം അവർക്ക് വേണ്ടി നമ്മൾ പാലിച്ചു കൊടുത്താൽ, അവർക്കിത് സാധ്യമാക്കി കൊടുത്താൽ, അവർ ഇനി എത്ര എന്തൊക്കെ എവിടുന്നൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും അവർ പോയില്ല. നമ്മളുടെ ഒപ്പം ഉറച്ചവർ നിൽക്കും. അവരുടെ ഗ്രോത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു ഉറപ്പ് മാത്രം അവർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആ ചോദ്യങ്ങൾ ഞങ്ങളിലേക്ക് അയക്കാവുന്നതാണ്. അതിനുള്ള മറുപടികൾ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറയുന്ന ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ചോദ്യങ്ങൾ അയക്കേണ്ടത്, 9207900800. അപ്പോൾ ഓരോ ചോദ്യങ്ങളും ഈ നമ്പറിലേക്ക് അയച്ചോളൂ. അതിനുള്ള മറുപടികളുമായി വീണ്ടും എത്തും.